തൊടുപുഴയിലെ വ്യാപാരിയായ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. മൃതദേഹം അപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. മൊത്തം കാട് പിടിച്ച് കിടക്കും കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഈ കുഴിയിൽ നിന്നാട്ടോ ബോഡി എടുത്തുകൊണ്ട് വന്ന പോലീസുകാരൊക്കെ. അപ്പം തൊടുപുഴയിലെ ബിജുവിന്റെ കൊലപാതകം. ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ തന്നെ പിടിച്ചു കുലിക്കുക ഒരു കൊലപാതകം നടന്ന വീട്ടിലേക്കാട്ടോ. വീടല്ല കേട്ടോ, ഒരു അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു കെട്ടിടമാണ്, പഴയ കെട്ടിടം. അപ്പോൾ അത് കുറേ നാളായിട്ട് അടച്ചുപൂട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഈ കൊലപാതകം നടന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ, ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളമായി ഇവിടെ ആ കൊലപാതകം നടന്നിട്ട്. അപ്പോൾ ന്യൂസ് ചാനലൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി. തൊടുപുഴ ബിജു കൊലക്കേസെന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ പൂട്ടിക്കിടക്കുന്ന കെട്ടിടം. അപ്പോൾ ഇത് അന്ന് തൊട്ട് 1 കൊല്ലത്തോളമായിട്ട് ഇപ്പോൾ പൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിസിനസ്സുകാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായത്. അപ്പോൾ ഈ ബിജുവിൻ്റെ കൂട്ടുകാരനായ ജോമോൻ എന്ന് പറഞ്ഞ ആൾ ബിജുവിനെതിരെ കൊട്ടേഷൻ കൊടുക്കുകയും പിന്നെ ഈ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുകയാട്ടോ ചെയ്തത്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഈ കുഴിയിൽ നിന്നാട്ടോ ബോഡി എടുത്തുകൊണ്ട് വന്ന പോലീസുകാരൊക്കെ. അപ്പം നല്ല ആഴത്തിലായിരുന്നു ബോഡി കുഴിച്ചിട്ടത്. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് എങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ബോഡി എടുത്തുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം കേട്ടോ. അല്ലെങ്കിലും ഗൈസ്, ഇവിടെയൊക്കെ എന്തെങ്കിലും നടന്നാൽ പോലും ആരും അറിയാൻ പോകില്ല. കാരണം ചുറ്റും കാട് പിടിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ ഇതേ ആ കാടിൻ്റെ ഉള്ളിലായിട്ട് എവിടെയൊക്കെ ഒരു വീടുണ്ട്, അതൊക്കെ പൂട്ടിക്കെട്ടി കിടക്കുവാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ത് നടന്നാലും ആരും അറിയാൻ പോകില്ല. കാരണം ഫുള്ള് കാടാണ് ഗൈസ്. ഈ ബിൽഡിങ് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ വർഷങ്ങളായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം പണ്ട് ഇത് കേറ്ററിങ് നടത്തിക്കൊണ്ടിരുന്ന ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ദേവമാത കേറ്ററിംഗ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേനും പണ്ട് ചെറുപ്പത്തിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് അവരുടെ ഇവൻ്റൊക്കെ കുറഞ്ഞു വന്നിട്ട് പിന്നെ ഈ ബിൽഡിങ് അടച്ചു പൂട്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഇവർ വേസ്റ്റൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കാനൊക്കെയാണ് ഈ ബിൽഡിങ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വേസ്റ്റിൻ്റെ അകത്താണ്, കമ്പോസ്റ്റ് കുഴിയുടെ അകത്താണ് ആ ബിജുവിനെ ഇവർ കുഴിച്ചിട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടുപിടിച്ചത്. കയറാൻ ആ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കാണിക്കാൻ എന്തായാലും പറ്റില്ല കേട്ടോ. ഇങ്ങോട്ടൊന്നും ഇപ്പോൾ ആരും അങ്ങനെ വരാറില്ല. ഈ കൊലപാതകം നടന്നു കഴിഞ്ഞേ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ സംശയിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി നേരം ഇവിടെ നിൽക്കാതെ വെക്കുന്ന വീഡിയോ എടുത്തിട്ട് പോകാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. ഫ്രണ്ടൊക്കെ പൂട്ടിയിട്ടേക്കുവാണ് പോലീസുകാർ. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഗൈസ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. കാരണം വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ന്യൂസ് ചാനൽ വഴിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് എനിക്കിവിടെ വരാനും പറ്റില്ല ഗൈസ്, നമ്മൾ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെയാണ് പിന്നെ വീഡിയോ ഒക്കെ ഇവിടുന്ന് ബോഡിയൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ എനിക്ക് എടുത്തയച്ചു തന്നു. അപ്പോൾ അതൊക്കെയാണ് കണ്ടത്. പിന്നെ ന്യൂസ് ചാനൽ വഴിയൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഇവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ഉണ്ടാവും.
ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.